എല്ലാവരും ഗൂഗിൾ ഫയൽസ് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഗൂഗിൾ ഫയൽസ് തന്നെയാണ് ഫയൽ മാനേജറായിട്ട് നമുക്ക് ഡിഫാൾട്ടായിട്ട് വന്നത്. കാരണം ഇതിൽ ഒരുപാട് നല്ല നല്ല നമുക്ക് ഉപകാരപ്രദമായ ഓപ്ഷനൊക്കെ ഉണ്ട്. അത്തരത്തിൽ ഗൂഗിൾ ഫയൽസിൽ ഇപ്പോഴും പലവർക്കും അറിയാത്ത ഒരു ഗൂഗിൾ ഫയൽസിൻ്റെ ഒരു ഫീച്ചറാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. അതായത് നമ്മുടെ അടുത്ത് ആരെങ്കിലും നമ്മളെ ഫോണിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ ചോദിച്ചെങ്കിൽ പ്ലേ സ്റ്റോർ വഴി ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഈ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ചില കൺട്രികളിൽ ഈ പ്ലേ സ്റ്റോർ ഇല്ലെന്ന് തന്നെ പറയാം. എനിക്ക് അറിയത്തില്ല സത്യമായിട്ട്. പ്ലേ സ്റ്റോറിന് വരെ അവിടെ വേറെ എന്തെങ്കിലും ആയിരിക്കും അവിടെ. എന്നാൽ ലോകത്ത് എവിടെ ഉള്ളവർക്കും നമ്മുടെ ഫോണിലുള്ള സിസ്റ്റം ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏത് ആപ്ലിക്കേഷൻ അങ്ങ് ഗൾഫിൽ വേണം നമുക്ക് അയച്ചു കൊടുക്കുക. അതും വിവിധ സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഗൂഗിൾ ഫയൽസ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് പലവർക്കും അറിയാവുന്ന ഓപ്ഷനാണ്. അറിയാത്തവർക്ക് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദേവഹരി യൂട്യൂബ് ചാനൽ. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്തതിനു ശേഷം അതിൽ ആളെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ദിവസം ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തിന് മുന്നേ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി വീഡിയോ ചെയ്തിരുന്നു. അപ്പോഴൊന്നും എനിക്കത് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ ഗൂഗിൾ ഫയൽസിന് ഇതിനു വേണ്ടി ഇത് ചെയ്യായിരുന്നു. കാരണം ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളുണ്ട്. ഞാൻ ഗൂഗിൾ ഫയൽസിൻ്റെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഫീച്ചർ അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇപ്പോഴാണ് എനിക്ക് ആ ഫീച്ചർ ഗൂഗിൾ ഫയൽസിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമുക്ക് ആ ഫീച്ചർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവരും ഗൂഗിൾ ഫയൽസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഇപ്പോഴത്തെ എല്ലാ ഫോണുകളിലും ഗൂഗിൾ ഫയൽസാണ് ഫയൽ മാനേജറായിട്ടുള്ളത്. ഇനി ഗൂഗിൾ ഫയൽസ് നിങ്ങളെ ഫോണിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അറിയാമെന്നുള്ളവർക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഞാൻ പിന്നെ ജസ്റ്റ് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഫയൽ ബൈ ഗൂഗിൾ ഇതാണ് ആപ്ലിക്കേഷൻ. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഡിഫാൾട്ടായിട്ട് ഇപ്പോൾ എല്ലാ ഫോണിലും ഉണ്ടായിരിക്കും. ഇനി ഇല്ലാത്ത ഫോണാണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫയൽ ബൈ ഗൂഗിൾ എന്ന് പറഞ്ഞ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നാലേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഈ ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ ഫോണിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ അങ്ങ് ദൂരെ ഇരിക്കുന്ന ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുക. ദൂരെ ഇരിക്കുന്നവരായാലും അടുത്തിരിക്കുന്നവരായാലും അയച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുക. എന്നാൽ അതിനുള്ള ഒരു ഫീച്ചർ ഗൂഗിൾ ഫയൽസിലുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ഗൂഗിൾ ഫയൽസിൽ സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്കത് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ചെയ്തിടാത്തത്. അത് 3 കാറ്റഗറി ആയിട്ട് നിങ്ങളെ സിസ്റ്റം ആപ്പുകളായാലും നിങ്ങൾ ഇൻസ്റ്റാൾ ആപ്പായാലും നിങ്ങൾ ആൻഡ്രോയിഡ് ആപ്സ് ആയാലും നമുക്ക് നമ്മളെവിടെ ഇരുന്നുകൊണ്ടും നമുക്ക് എവിടെ ഉള്ളവർക്കും അയച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഓപ്ഷൻ ഏതാണെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ ഇത് അറിയാമെന്നുള്ളവർ ഒരുപാട് പേര് കാണുമായിരിക്കും. അറിഞ്ഞുകൂടാത്തവർക്ക് മാത്രം ചെയ്യുന്ന ഈ വീഡിയോ ആണ്. അറിയാമെന്നുള്ളവർ സ്കിപ്പ് ചെയ്ത് പോകാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ഗൂഗിൾ ഫയൽസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരുപാട് ഓപ്ഷനൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ എടുത്ത വീഡിയോസുകളും
ഫോട്ടോസുകളെല്ലാം കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇതിനുള്ള വീഡിയോയിൽ. ഈ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇനി നിങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആപ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ആപ്സ് എന്ന ഭാഗത്തിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിളിൻ്റെ സെഷനിലാണ് കിടക്കുന്നത്. ഇനി സിസ്റ്റം ആപ്പുകളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സിസ്റ്റം ആപ്പുകൾ എടുക്കാം. പിന്നെ ആപ്പ് ഇൻസ്റ്റാൾ ഫയൽ APK, അതായത് നിങ്ങൾ ഏതെങ്കിലും ആപ്പ് APK രൂപത്തിലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് അയച്ചു കൊടുക്കാം. ഇനി മറ്റുള്ളവർക്ക് എങ്ങനെ ഇതെടുത്ത് അയച്ചു കൊടുക്കാം, എവിടെ ഉള്ളവർക്കും, അതാണ് നമ്മളെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ ഏത് ആപ്ലിക്കേഷൻ എടുക്കാം? YT സ്റ്റുഡിയോ തന്നെ ആയിക്കോട്ടെ. ജസ്റ്റ് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാണ്. ഏത് ആപ്ലിക്കേഷൻ ആയാലും ഇവിടെ 3 dots ഉണ്ടാകും. ശേഷം ഇവിടെ ഷെയർ എന്ന ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക. ഷെയർ എന്ന ഓപ്ഷനിൽ ഇവിടെ കോപ്പി ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്ന് അയച്ചു കൊടുക്കാം, ബ്ലൂടൂത്തിൽ നിന്ന് അയച്ചു കൊടുക്കാം, ഇമെയിലിൽ നിന്ന് അയച്ചു കൊടുക്കാം. ഇത്രയും ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ അതിൽ നിന്ന് വാട്സപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, വാട്സപ്പ് സെലക്ട് ചെയ്യുന്നു. വാട്സപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ഞാനിപ്പോൾ എൻ്റെ തന്നെ ഒരു ഗ്രൂപ്പിൽ അങ്ങ് അയച്ചു കൊടുക്കാൻ പോവുകയാണ്. APK ഫയലിലായിരിക്കും ഇത് അപ്ലോഡ് ആവുന്നത്. YT സ്റ്റുഡിയോ എന്നൊക്കെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കാം. ഞാനിപ്പോൾ YT സ്റ്റുഡിയോ എന്ന് എടുക്കുകയാണ്. YT സ്റ്റുഡിയോ ക്യാപ്ഷൻ YT. ഞാനിപ്പോൾ YT സ്റ്റുഡിയോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെൻഡ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി കൊടുത്തതാണ്. ഇനി നിങ്ങളെ നെറ്റ് വർക്കിൻ്റെ വേഗത അനുസരിച്ച് നിങ്ങളെ ഫോണിലോട്ട് അപ്ലോഡ് ആവും. നിങ്ങളെ നെറ്റ് ഭയങ്കര ഫാസ്റ്റുള്ള നെറ്റാണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആവും. ഇപ്പോൾ എൻ്റെ ഭയങ്കര ഫാസ്റ്റുള്ള നെറ്റാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അപ്ലോഡായി തീരുന്നത്. ഇനി ഇത് APK രൂപത്തിലാണ് വന്നത്, അതുകൊണ്ടാണ് അപ്ലോഡ് ആവാൻ സമയം എടുക്കുന്നത്. നിങ്ങളെ നെറ്റ്വർക്കിൻ്റെ വേഗത അനുസരിച്ച് ആയിരിക്കും അപ്ലോഡ് ആവുന്നത്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് എന്ന് കാണിക്കും, അല്ലെങ്കിൽ നേരെ ഈ ആപ്ലിക്കേഷൻ്റെ അതിലായിരിക്കും പോകുന്നത്. അവിടെ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻ വേണ്ട, നമ്മളെ സിസ്റ്റം ആപ്ലിക്കേഷനായാലും ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ശേഷം ഇവിടെയും ഷെയർ ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. ശേഷം ഇവിടെ വാട്സപ്പ് തിരഞ്ഞെടുക്കുക. ഇവിടെ ഞാൻ അതിൽ തന്നെ കൊടുക്കാൻ പോകും. ഓക്കെ, വേണം ക്യാപ്ഷൻ കൊടുക്കുക. പക്ഷേ ഞാൻ ക്യാപ്ഷൻ കൊടുക്കുന്നില്ല. എന്നിട്ട് അത് നല്ല വേഗത്തിൽ അപ്ലോഡ് ആകുന്നതാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ നെറ്റ്വർക്കിൻ്റെ വേഗത അനുസരിച്ചായിരിക്കും അപ്ലോഡായി തരുന്നത്. അപ്പോൾ ഇത് ചിലവരെ ഫോണിൽ കാണില്ല, ഈ സിസ്റ്റം ആപ്ലിക്കേഷനൊക്കെ. ചിലവരൊക്കെ ചോദിക്കുന്നെങ്കിൽ നിങ്ങളെങ്ങനെ അയച്ചെടുത്താൽ മതി. നിങ്ങളെ ഇങ്ങനത്തെ ഫയലിലായിരിക്കും പോകുന്നത്, APK ഫയലിൽ. അപ്പോൾ എന്തുകൊണ്ടും വളരെ ഉപകാരപരമായ ഒരു ഓപ്ഷനാണിത് എന്നതേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്കും വളരെ ഉപകാരപ്രദമായ ഓപ്ഷനായിരിക്കും ഈ ഗൂഗിൾ ഫയൽസിൻ്റെ ഈ ഓപ്ഷൻ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് അറിയാമെന്നുള്ളവർ ഒരുപാട് പേര് കാണും. അറിഞ്ഞൂടാത്തവർക്ക് മാത്രം വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത്. അറിയാമെന്നുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം ലഭിക്കാൻ
ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിലാണ് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ആയിരുന്നു ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.